എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് PSCയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആന്റണി രാജ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാനായി പോകുന്നത് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച IT-യുടെ ചോദ്യങ്ങളാണ്. അതിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു ചോദ്യം 117/2024 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ PSC ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ആ ചോദ്യം ഇവിടെ കാണാനായി സാധിക്കും. ചോദ്യം: താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ഇതാണ് ചോദ്യം. ഓപ്ഷൻ എ പറയുന്നു ബ്ലൂറേ ഡിസ്ക്, ഓപ്ഷൻ ബി പറയുന്നു പെൻ ഡ്രൈവ്, ഓപ്ഷൻ സി ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ഡി മെമ്മറി കാർഡ്. ഇവിടുത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം എന്നായിരുന്നു ചോദ്യമെങ്കിൽ ശ്രദ്ധിക്കണേ, സ്റ്റോറേജ് ഡിവൈസ് എന്ന് മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ ഇതെല്ലാം സ്റ്റോറേജ് ഡിവൈസുകളാണ്. പക്ഷെ PSC ചോദിച്ചത് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് ഏത് എന്നാണ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് താഴെ പറയുന്നവയിൽ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണിത്. അപ്പൊ ഈ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ സിലബസ് പ്രകാരം പഠിക്കാൻ തന്നിരിക്കുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. അതിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കമ്പ്യൂട്ടർ മെമ്മറിയെ കുറിച്ച്. അപ്പൊ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരങ്ങളെ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കമ്പ്യൂട്ടർ മെമ്മറി എന്ന് വിളിക്കാനായി സാധിക്കും, അല്ലെ? വിവരങ്ങളെ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രധാനമായും പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായി തിരിക്കുന്നുണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മദർ ബോർഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മെമ്മറി. കുറച്ചുകൂടെ പറഞ്ഞാൽ മദർ ബോർഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധമുള്ളതുമായ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. മദർ ബോർഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധമുള്ളതുമായ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലായി നൽകുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് വിളിക്കുന്നത്. എക്സ്റ്റേണലായി നൽകുന്ന മെമ്മറി. അപ്പൊ ഈ എക്സ്റ്റേണലായി നൽകുന്ന മെമ്മറി എന്നതുകൊണ്ട് തന്നെ സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേരാണ് എക്സ്റ്റേണൽ മെമ്മറി എന്നും അറിയപ്പെടും. മറ്റൊരു പേരൂടെ പറയുന്നുണ്ട്, ഓക്സിലറി മെമ്മറി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സംശയം വരും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മെമ്മറി എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്, കമ്പ്യൂട്ടർ മെമ്മറി. ഇതിനെ നമുക്ക് രണ്ടായി ഇവിടെ തിരിക്കുകയാണ്. പ്രൈമറി മെമ്മറി എന്നും അതുപോലെ എന്താണ് സെക്കൻഡറി മെമ്മറി എന്നും രണ്ടായി തിരിച്ചു. അപ്പൊ എന്താണ് പ്രൈമറി മെമ്മറി എന്ന് ഞാൻ പറഞ്ഞു. മദർ ബോർഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധമുള്ളതുമായ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് സെക്കൻഡറി മെമ്മറി? സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി മെമ്മറി എന്നതിന്റെ മറ്റൊരു പേരാണ് സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി എന്ന് പറയും. സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ആ പറഞ്ഞ പോയിന്റുകൾ വ്യക്തമാണ്. അപ്പൊ ഈ മെമ്മറി എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഇത് എങ്കിൽ ഈ സെക്കൻഡറി മെമ്മറിക്ക് തന്നെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ സെക്കൻഡറി മെമ്മറിയെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡറി മെമ്മറിയെ മാഗ്നറ്റിക് മെമ്മറി, അതുപോലെ ഒപ്റ്റിക്കൽ മെമ്മറി, അതുപോലെ ഫ്ലാഷ് മെമ്മറി എന്നിങ്ങനെ മൂന്നായി തിരിക്കും. അപ്പൊ സെക്കൻഡറി മെമ്മറിയെ മൂന്നായി തിരിച്ചു. മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, ഫ്ലാഷ് മെമ്മറി എന്നിങ്ങനെ മൂന്നായി തിരിച്ചു. അപ്പൊ ഇത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഇനി ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? അപ്പോ സെക്കൻഡറി മെമ്മറിയിൽ വരുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം ഏത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇപ്പൊ കുറച്ചുകൂടെ വ്യക്തതയായി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സെക്കൻഡറി മെമ്മറിക്ക് ഉദാഹരണം നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ അതിൽ മാഗ്നറ്റിക് മെമ്മറി ഏതാണ്, ഒപ്റ്റിക്കൽ മെമ്മറി ഏതാണ്, ഫ്ലാഷ് മെമ്മറി ഏതാണ് എന്ന തിരിച്ചറിവും നമുക്ക് വേണം എന്നാണ് PSC ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒപ്റ്റിക്കൽ മെമ്മറിയിലേക്ക് വരാം. ഒപ്റ്റിക്കൽ മെമ്മറിക്ക് ഉദാഹരണമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടവയാണ് CD എന്ന് പറയുമ്പോൾ
കോമ്പാക്ട് ഡിസ്ക് എന്നാണ്. സി ഡി എന്നതിന്റെ പൂർണ്ണരൂപം കോമ്പാക്ട് ഡിസ്ക്. അടുത്തത് ഡി വി ഡി. ഡി വി ഡി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നാണ്. ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അടുത്തത് ബി ആർ ഡി. ബി ആർ ഡി. ബി ആർ ഡി എന്ന് പറഞ്ഞാൽ ബ്ലൂ റേ ഡിസ്ക് എന്നാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് ഇത്രയും എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറിക്ക് എക്സാമ്പിൾസ് ആണ്. അപ്പൊ നമ്മളോടുള്ള ചോദ്യം ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത് എന്നല്ലേ? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് നോക്കിയേ, പെൻ ഡ്രൈവ്. നമ്മളിവിടെ എക്സാമ്പിളിനകത്ത് പറഞ്ഞോ? ഇല്ല, കട്ട് ചെയ്തു. പിന്നെ ഹാർഡ് ഡിസ്ക് ഇതിനകത്ത് പറഞ്ഞോ? ഇല്ല, കട്ട് ചെയ്തു. മെമ്മറി കാർഡ് ഇതിനകത്ത് പറഞ്ഞോ? ഇല്ല, കട്ട് ചെയ്തു. നമ്മുടെ ഉത്തരം ബ്ലൂറേ ഡിസ്ക്. അപ്പോ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് മെമ്മറിക്ക് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ബ്ലൂറേ ഡിസ്ക് ആണ് ഇവിടെ ഉത്തരം. ഇപ്പൊ ഇത് 117/2024 എന്ന PSC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഇതറിയാവുന്നവന് അവിടെ ആ ഒരു മാർക്ക് കൃത്യമായി കിട്ടും. അപ്പൊ ഇനിയും എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കാം. മനസ്സിലായോ? അപ്പൊ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം സി ഡി. സി ഡിയുടെ പൂർണ്ണരൂപം കോമ്പാക്ട് ഡിസ്ക്. പിന്നെ ഏത് പഠിച്ചു? ഡി വി ഡി. എന്താ ഡി വി ഡി? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. അടുത്തത് ബി ആർ ഡി. ബി ആർ ഡി എന്ന് പറഞ്ഞാൽ ബ്ലൂറേ ഡിസ്ക്. ബ്ലൂറേ ഡിസ്ക്. ഇത്രയും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ആരാണ് ഈ സി ഡി കണ്ടെത്തിയത്? സി ഡി കണ്ടെത്തിയ ആളുടെ പേര് ജെയിംസ് ടി റസൽ എന്ന വ്യക്തിയാണ്. സി ഡി കണ്ടെത്തിയത് ജെയിംസ് ടി റസൽ, അങ്ങനെയാണ് പേര്. ജെയിംസ് ടി റസൽ. ഇദ്ദേഹമാണ് സി ഡി കണ്ടെത്തിയത്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ സി ഡിക്കൊന്നും വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് സി ഡി രാജാവായിരുന്നു. സിനിമകൾ കാണാനും പല ഉപയോഗത്തിനും സി ഡി ഉപയോഗിച്ചിരുന്നു. സി ഡിക്ക് ശേഷം വന്നത് ഡി വി ഡി. അപ്പൊ ഡി വി ഡിയിലേക്ക് വരുമ്പോൾ അതിനുള്ള വ്യത്യാസം, സി ഡിയേക്കാൾ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ആർക്കുണ്ട്? ഡി വി ഡിക്ക് ഉണ്ട്. അത് കഴിഞ്ഞ് വന്നതാണ് ബി ആർ ഡി. ബി ആർ ഡി എന്ന് പറഞ്ഞാൽ ബ്ലൂറേ ഡിസ്ക്. അതായത് ഡി വി ഡിയേക്കാൾ കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ആർക്കുണ്ട്? ബ്ലൂറേ ഡിസ്കിനുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകളിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? അത് ബ്ലൂറേ ഡിസ്കിനാണ്. പറഞ്ഞ മനസ്സിലായോ? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ബ്ലൂറേ ഡിസ്കിനാണ്. അപ്പൊ ആ പറഞ്ഞ പോയിന്റും നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം. അപ്പൊ സി ഡി കണ്ടുപിടിച്ച ആളുടെ പേര് ജെയിംസ് ടി റസൽ. റസൽ റസൽ. അപ്പൊ ഈ പേര് റസ്ലിംഗ് കണ്ടത് സി ഡിയിലാണ് എന്ന് ചിന്തിച്ചാൽ മതി. റസ്ലിംഗ് കണ്ടത് സി ഡിയിലാണെന്ന് ചുമ്മാ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സി ഡി കണ്ടെത്തിയത് ജെയിംസ് ടി റസൽ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ സി ഡിയുടെ ഒക്കെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 650 MB മുതൽ 750 MB വരെയാണ് സി ഡിയുടെ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി. 650 മുതൽ 750 MB വരെയാണ് സി ഡിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. MB എന്ന് പറഞ്ഞാൽ ഇത് മെഗാ ബൈറ്റ് എന്നാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, മെഗാ ബൈറ്റ് എന്നാണ്. ഡി വി ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഡി വി ഡിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 4. ഡി വി ഡിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4.7 GB ആണ്. 4.7 GB ആണ്. അപ്പോൾ സി ഡിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 650 മുതൽ 750 MB വരെയാണ്. ഡി വി ഡിയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി 4.7 GB ആണ്. ഇത് നോക്കിയാൽ അറിയാം, MB മാറി, അവിടെ എന്തായി? GB-യിലേക്ക് കാര്യങ്ങൾ വന്നു. ബ്ലൂറേ ഡിസ്കിലേക്ക് വരുമ്പോൾ ബ്ലൂറേ ഡിസ്ക് എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ ലെയർ ആണെങ്കിൽ അത് 25 GB-യും ഡബിൾ ലെയർ ആണെങ്കിൽ 50 GB വരെ സ്റ്റോറേജ് കപ്പാസിറ്റി വന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ വന്ന വ്യത്യാസം. സി ഡിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി 650 to 750 MB. അതിനേക്കാൾ കൂടുതൽ ഡി വി ഡി 4.7 GB. അതിനേക്കാൾ കൂടുതൽ ആർക്ക് വന്നു? ബ്ലൂറേ ഡിസ്കിന് വന്നു. എത്രയാണ്? 25 GB സിംഗിൾ ലെയർ ബ്ലൂറേ ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി. ഇനി ഇങ്ങനെ ഒരു പോയിന്റ് കൂടെ ഞാൻ പറഞ്ഞു തരട്ടെ. സി ഡിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ
DVD-യിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? അല്ലെങ്കിൽ BRD-യിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേര്? അതിനെ ബേണിംഗ് എന്ന് വിളിക്കാം. ബേണിംഗ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബേണിംഗ്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബേണിംഗ്. അടുത്ത പോയിന്റ് ഇങ്ങനെ, എന്താണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടെക്നോളജി ഏതാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടെക്നോളജിയാണ് ലേസർ. ലേസർ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ലേസറിന്റെ പൂർണ്ണരൂപം ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇങ്ങനെയാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇതാണ് ലേസർ എന്നതിന്റെ പൂർണ്ണരൂപം. ഫിസിക്സിനകത്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ലേസറിനെ കുറിച്ചൊക്കെ. ലൈറ്റിനകത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ ലേസറിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പൊ അത് കൂടാതെ ഈ ലേസർ ഒക്കെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ ഒക്കെ വൊക്കാബുലറിയുടെ ഭാഗത്തു നിന്നും ലേസറിന്റെ ഫുൾ ഫോം PSCക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചോണം. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസർ എന്നതിന്റെ പൂർണ്ണരൂപം. ലേസർ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് തിയോഡർ മെയ്മാൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര്, തിയോഡർ മെയ്മാൻ. ലേസർ കണ്ടെത്തിയ ആളുടെ പേരാണ് തിയോഡർ മെയ്മാൻ ആണ് ലേസർ കണ്ടെത്തിയത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഓർത്തോണം, CD കണ്ടുപിടിച്ചത് ജെയിംസ് T റസൽ ആണ്. ലേസർ കണ്ടെത്തിയത് തിയോഡർ മെയ്മാൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഈ പോയിന്റുകൾ ക്ലിയർ ആണ്. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ് പറഞ്ഞത്? കമ്പ്യൂട്ടർ മെമ്മറിയെ രണ്ടായി തിരിച്ചു. പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും. എന്തായിരുന്നു പ്രൈമറി മെമ്മറി? മദർ ബോർഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധമുള്ളതുമായ മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. എന്താണ് സെക്കൻഡറി മെമ്മറി? എക്സ്റ്റേണലായി നമ്മൾ നൽകുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി. അപ്പൊ സെക്കൻഡറി മെമ്മറിയുടെ മറ്റൊരു പേര് എക്സ്റ്റേണൽ മെമ്മറി, അല്ലെങ്കിൽ വേറൊരു പേരൂടെ പഠിച്ചു, ഓക്സിലറി മെമ്മറി. ആ സെക്കൻഡറി മെമ്മറിയെ നമ്മൾ മൂന്നായി തിരിച്ചു: മാഗ്നറ്റിക് മെമ്മറി, ഒപ്റ്റിക്കൽ മെമ്മറി, ഫ്ലാഷ് മെമ്മറി. ഇവിടെ നമ്മളോടുള്ള ചോദ്യം ഒപ്റ്റിക്കൽ മെമ്മറിയെ കുറിച്ചായിരുന്നു. ഒപ്റ്റിക്കൽ മെമ്മറിക്ക് ഉദാഹരണമായി നമ്മൾ ഏത് പഠിച്ചു? CD പഠിച്ചു, DVD പഠിച്ചു, BRD പഠിച്ചു. എന്താ CDയുടെ പൂർണ്ണരൂപം? കോമ്പാക്ട് ഡിസ്ക്. എന്താ DVD? ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക്. എന്താണ് BRD? ബ്ലൂ റേ ഡിസ്ക്. അപ്പൊ അത് മൂന്നും ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളത് ആർക്കാണ്? BRD അഥവാ ബ്ലൂ റേ ഡിസ്കിനാണ്. പിന്നെ ഇതിന്റെ മൂന്നിന്റെയും സ്റ്റാൻഡേർഡ് സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ഈ CD ഒക്കെ പണ്ട് സൈക്കിളിന്റെ ഫ്രണ്ടിലൊക്കെ വെച്ചുകൊണ്ട് പൊക്കോണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു CD വെക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പൊ ഈ CD എന്തുകൊണ്ടാണ്? CD വെട്ടമടിക്കുന്ന സമയത്ത്, ലൈറ്റ് അടിക്കുന്ന സമയത്ത് തിളക്കം, CD തിളങ്ങും. പണ്ട് കാക്കയെ ഓടിക്കാനൊക്കെ CD വെച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് ഓർമ്മയിൽ വരുന്നു. സ്കൂൾ കാലഘട്ടത്തിലാണ്. അപ്പം ഇത് വെയിലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാക്ക വരില്ല എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ CD എന്ന് പറയുന്നത് കറക്കി എറിയാനുള്ള ഉപകരണമായിട്ടും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടായിരുന്ന CD-യിലെ വർണ്ണത്തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ഫിസിക്സിൽ നിന്നും ചോദിക്കാം, IT-യുടെ ഭാഗത്ത് നിന്നും ആകാം. അപ്പൊ CD-യിലെ വർണ്ണത്തിളക്കത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അതാണ് ഡിഫ്രാക്ഷൻ, മലയാളത്തിൽ വിഭംഗനം എന്ന് പറയും. CD-യിലെ വർണ്ണത്തിളക്കത്തിനു കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ, മലയാളത്തിൽ വിഭംഗനം എന്ന് നമുക്ക് പറയാനായി സാധിക്കും. അപ്പം കൂടുതലൊന്നും പറയാനല്ല വന്നത്, ഈ ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുക. ഈ ഒരു ചോദ്യം എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു മുൻവർഷ ചോദ്യത്തിന്റെ വിശദീകരണവും ഈ ക്ലാസ്സും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കാണാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.